കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഭർത്താവ് ഏത് തരക്കാരനായാലും ഭർത്താവ് ഭർത്താവ് തന്നെയല്ലേ? ഭർത്താവ് കൺകണ്ട ദൈവം. അങ്ങനെ ആയിരിക്കാം മോളെ. പക്ഷേ നീ നിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇതുപോലെ ആവശ്യമില്ലാത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നീ എപ്പോഴും നീ തന്നെ ആയിരിക്കണം. ഇനി ഒരു പ്രാവശ്യം കൂടെ കാർത്തികയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാ കല്യാണം കഴിഞ്ഞതുപോലും നോക്കാതെ ചട്ടുകം പഴുപ്പിച്ചു കൊണ്ടുവന്ന് പൊള്ളിക്കും ഞാൻ. തലതിരിഞ്ഞവൻ നീയും നിന്റെ ഒരു സിനിമ ഭ്രാന്തും. അമ്മേ, നീ നൈസായിട്ട് രക്ഷപ്പെട്ടു അല്ലേടി? അയ്യോ എന്റെ മോളെ, എന്റെ പത്തരമാറ്റി തങ്കമേ, നിന്റെ അമ്മായിക്ക് നിന്നെ നല്ല വിശ്വാസമാണല്ലോ. നിന്റെ മുന്നിൽ വെച്ച് സ്വന്തം മോനെ വഴക്ക് പറയണെങ്കി നീ ഒരു സാധാരണ പെണ്ണല്ലടി. അതാ വരുന്നേ. ഈ വിശ്വാസം ഇതുപോലെ കാത്തു സൂക്ഷിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ എന്താടി നീ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് വഴക്ക് എനിക്കല്ലേ കിട്ടിയത്? ദാറ്റ് ഈസ് മൈ അമ്മായിയമ്മ. എടി നിന്നുണ്ടല്ലോ ഞാൻ വച്ചിട്ടുണ്ട്. എപ്പോഴും നീ നൈസായിട്ട് രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. എന്തെങ്കിലും നീ പിടിക്കപ്പെടും കണ്ടോ. അപ്പോഴാ വിവരം അറിയാൻ പോകുന്നേ. അത് അപ്പൊ നോക്കാം. എനിക്ക് വീണ്ടും ഒന്ന് ഉറങ്ങണം. ഏയ് ആരാണ് എന്റെ ബ്രഷിൽ പേസ്റ്റ് എടുത്ത് വെച്ചത്? ആരാണ് എന്റെ ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചത്? ആരാ എന്റെ ഷൂസ് ഇവിടെ കൊണ്ടുവച്ചത്? ആരാ ഇതൊക്കെ റെഡിയാക്കി വെച്ചത്?
എന്നോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അത് അപ്പോ ഓരോ തവണയും ചോദിക്കാതെ കോഫി കൊണ്ടുവന്ന് തന്ന ഇതാണോ അർത്ഥമെന്ന് കരുതുന്നുണ്ടോ? അതെന്റെ കടമയായതുകൊണ്ട് ചെയ്തതാ. നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കണം. ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ ചോദിച്ചത്? നിങ്ങളോട് മുന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇപ്പൊ ചോദിക്കണമെന്ന് തോന്നി. ശരി, ചോദിക്കാം. അത് ഇപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്ന വിഷയവും നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. താൻ എന്നോട് പൂക്കൾ വെക്കുന്ന ബിസിനസ് ചെയ്യണമെന്നുണ്ട്. അതും ഏട്ടൻ സമ്മതിച്ചാ മാത്രം. ഈ വീട്ടിൽ നീ വേറെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അത് വീട്ടുജോലി, അടുക്കള ജോലി, കുട്ടികളുടെ കാര്യങ്ങളും ഏട്ടന്റെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ബാക്കിയുണ്ട്. വെറുതെ ഇരിക്കുമ്പോ മനസ്സ് വല്ലാതെ തോന്നുന്നു. അതുമാത്രമല്ല, ആവശ്യത്തിന് വേണ്ടി പഠിച്ചത് ഉപയോഗമില്ലാതെ അത് മറന്നു പോവുമെന്ന് ഭയമുണ്ട്. ഇങ്ങനെ ഒന്നും പറയാതെ പോയാൽ എങ്ങനെയാ? എന്തു പറഞ്ഞാലും മൗനം മാത്രമേ ഉള്ളൂ. സമ്മതമാണോ ഇല്ലയോ എന്ന് പോലും പറഞ്ഞില്ല. ഇവിടെ ഒരു അമ്മാവനും ഭാര്യയായിട്ട് ഞാനും ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോടി? അയ്യോ, ഒരു പക്ഷേ അമ്മയോട് എങ്ങാനും പോയി സംസാരിക്കുമായിരിക്കോ? ദൈവമേ, അപ്പോ അമ്മ എന്നോട് എന്താ ആദ്യം പറയാത്തെന്ന് ചോദിച്ച് എന്നോട് എന്തായാലും വഴക്കൂടാൻ വരും. അയ്യോ, വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെ ചോദിക്കാൻ പോയത്?
മോളെ ഭാവനെ ഒരു കാപ്പി കിട്ടുവോ? ഇപ്പൊ കൊണ്ടുവരാ അച്ഛാ. അച്ഛാ, കോഫി. ആ ഭാസ്കർ ഇപ്പൊ എന്ത് ചെയ്യാ മോളെ? ഓഫീസിൽ പോകാൻ റെഡിയാവോ അച്ഛാ? ഓ അത് ശരി. നിന്റെ കൂടപ്പിറപ്പ് ഇപ്പൊ എന്ത് ചെയ്യുക? ഏത് കൂടപ്പിറപ്പ് ജയന്തി? വസുന്ധര ദേവിയില്ലേ അവള്. അവൾക്ക് ഇവള് കൂടപ്പിറപ്പെങ്കിൽ നിനക്ക് അവള് മരുമകളല്ലേ? മരുമകളൊക്കെ തന്നെയാ. പക്ഷേ ആ മരുമകൾ വന്നതിന് ശേഷവും ഇവൾ തന്നെയാ ജോലിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാ ആ മരുമകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചത്. വസു മുകളിൽ റൂമിലുണ്ടമ്മേ. എന്താ താഴേക്കെങ്ങും വരില്ലേ ആ വലിയ മഹാറാണി? എപ്പോഴും മോളിലേ ഇരിക്കൂ, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ജയന്തി ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഇതിനൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? ഈ വീട്ടിൽ വന്നതു മുതൽ ഭാവനയാ ജോലിയെല്ലാം ചെയ്യുന്നത്. ഇളയ മരുമകളായ കാർത്തിക പോലും ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. എന്ന വസു വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാനാവുന്നില്ല. വസു ഇത്രയും സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നമ്മേ. കുട്ടികളുടെ കാര്യമെല്ലാം നോക്കിയിട്ട് അബിയെ ഓഫീസിൽ അയക്കാൻ വേണ്ടിട്ട് ഇപ്പോഴാ മുകളിലോട്ട് പോയത്. നീ അവക്ക് വേണ്ടി വക്കാലത്ത് പറയരുത് ഭവനെ. വക്കാലത്ത് പറയാതെ പിന്നെ നിന്നെ പോലെ മുന്നും പിന്നും നോക്കാതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇത് അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമാ. നിങ്ങൾ ഇടയ്ക്ക് കയറണ്ട. അഭി ഓഫീസിലേക്ക് പോയോ? പോയി അമ്മേ. വസുവിനോട് താഴേക്ക് വരാൻ പറ. എന്തിനാ ജയന്തി? വഴക്ക് പറയാനല്ല, ഒന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ. വസു, വസു, അമ്മ വിളിക്കുന്നുണ്ട്, താഴോട്ട് ഇറങ്ങി വാ. അമ്മ എന്നെ വിളിക്കുകയാണല്ലോ. അപ്പോ ഏട്ടൻ അമ്മയോട് പറഞ്ഞു കാണും. ദൈവമേ, അമ്മ ഇനി എന്താ പറയാ? ആവശ്യമില്ലാതെ ഏട്ടനോടൊന്നും ചോദിക്കണ്ടായിരുന്നു, വെറുതെ ഇരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വസു, അമ്മ വിളിക്കുന്നുണ്ട്. ദൈവമേ, നീ എന്നെ രക്ഷിക്കണേ. അമ്മേ, എത്ര പ്രാവശ്യം വിളിക്കണം നിന്നെ? അത് അമ്മേ, ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു നീ? ഞാനൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. വെറുതെ അങ്ങനെ ഏട്ടനോട്. ഈ വീട്ടിലെ ചില രീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതൊക്കെ നിനക്കറിയില്ലെങ്കിൽ ഭാവനയോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട് അമ്മേ. അമ്മയ്ക്കും അച്ഛനും ഏട്ടനും ഒന്നും ഇഷ്ടമില്ലാത്തത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഒന്നും ചെയ്യില്ലെന്നാണോ? എന്ത് ചെയ്താലും അമ്മ പറഞ്ഞ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അമ്മേ. അപ്പോ എല്ലാം ഞാൻ പറഞ്ഞാലേ ചെയ്യൂ? അറിഞ്ഞു ചെയ്യില്ലേ? അമ്മയോട് പറയാതെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ. എല്ലാം എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. വീട്ടുജോലി അടുക്കള ജോലിയൊക്കെ ഇനി എന്നോട് ചോദിക്കണോ? വീട്ടുജോലിയും അടുക്കള ജോലിയോ? പിന്നെ
നീ വേറെ എന്താ വിചാരിച്ചിരിക്കുന്നേ? അത് തന്നെയാ അമ്മ എന്നോട് പറഞ്ഞ ജോലിയുടെ കാര്യം തന്നെയാ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചോ നീ? ജയന്തി, എന്തിനാ വാസുവിനെ അങ്ങനെ വിഷമിപ്പിക്കുന്നേ? നാളെ മുതൽ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഭാവനയെ ജോലിയിലൊക്കെ സഹായിക്കേ. വലിയ പുലി അകത്തേക്ക് പോയി മോളെ. വസു, അമ്മ അകത്തേക്ക് പോയല്ലോ. ഇനി എന്തിനു പേടിച്ചിങ്ങനെ നിൽക്കുന്നേ? നിന്റെ അമ്മായി പുറമേ കാഴ്ചയിൽ പരുക്കനാണെങ്കിലും ഉള്ളുകൊണ്ട് നല്ലവളാ അല്ലേ? മതി. ആ തല നീട്ടിയ പാമ്പ് അതുപോലെ മടങ്ങിപ്പോക്കോളും. അവള് സത്യമായിട്ടും പാവമാണ് മോളെ. അറിയോ അച്ഛ, അമ്മ മാത്രമല്ല, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, ഏട്ടൻ, അഖിൽ, കാർത്തിക, ഇളയമ്മ എല്ലാവരും നല്ലവരാ. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ നല്ല ഭയം ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോ എന്നാ പറഞ്ഞേ? അതല്ല, വേറെന്തോ പറയാൻ വന്നിട്ട് നിർത്തിയല്ലോ. എന്റെ അടുത്തെങ്കിലും പറഞ്ഞൂടെ അനിയത്തി? ചേച്ചി, അത് വെറുതെ ഇരിക്കുമ്പോ മനസ്സ് വല്ലാതെ തോന്നുന്നു. സമ്മതിക്കുകയാണെങ്കിൽ എനിക്കിവിടെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ പൂക്കളെ വിൽക്കുന്ന ബിസിനസ് ചെയ്തോളാം. നശിപ്പിച്ചല്ലോ വസു, നന്നായി. അമ്മയെടുത്തപ്പോ നീ അത് പറയാതിരുന്നത്. അതുകൊണ്ടാ ചേച്ചി, ഏട്ടോ അത് പറഞ്ഞു കാണുമെന്ന് സംശയിച്ച് ഞാനത് പറയാൻ പോയി. പിന്നെ അത് മനസ്സിലാക്കി ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്തായാലും അത് നന്നായി. നിന്റെ അടുത്തൊരു കാര്യം പറയാം. അബി പൊതുവെ ഒന്നും പറയില്ല, തീരുമാനങ്ങൾ എടുക്കാറാണ് പതിവ്. പക്ഷേ ഏട്ടൻ മറുപടി ഒന്നും പറഞ്ഞില്ല ചേച്ചി. ധൃതി വെക്കല്ലേ വസു. എന്തായാലും ഒരു തീരുമാനം തീർച്ചയായിട്ടും പറയും. അതിനുവേണ്ടി എന്റെ സഹോദരനെ വീണ്ടും ശല്യപ്പെടുത്തല്ലേ. പോ ചേച്ചി. അഖിൽ, നീ ഇതുവരെ ഓഫീസിലേക്ക് പോയില്ലേ? അച്ഛാ, ഞാൻ പോവാ. ഇപ്പൊ സമയത്രയെന്നറിയാവോ? നിന്റെ മൂത്തവര് ഭാസ്കറും അഭിയൊക്കെ എപ്പോഴും ഓഫീസിലേക്ക് പോയെന്നറിയോ? നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എടാ ഭാസ്കർ, നീ ഇതുവരെ ഓഫീസിലേക്ക് പോയില്ലേ? പോകാനായിട്ട് ഇറങ്ങും അച്ഛാ. രണ്ടുപേരും ചെറിയ കുട്ടികളാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണോ? അഭി ഒറ്റയ്ക്ക് എന്തൊക്കെ ജോലികളാ ചെയ്യുന്നത്? എടാ ഭാസ്കർ, നിനക്ക് ബിസിനസിനെ പറ്റി അറിയാത്തോണ്ടല്ലേ കണക്കെഴുതുന്ന പണി അഭി നിന്നെ ഏൽപ്പിച്ചത്? ആ പണി പോലും നീ മര്യാദയ്ക്ക് ചെയ്യുന്നില്ലല്ലോ.